ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഇവിടെ കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഐസിങ്ങും ചെറിയൊരു ഡിസൈനിങ്ങും അത്രയേ ഉള്ളൂ. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലും കൂടി ഇട്ടിട്ട് ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ കേക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1.5 കിലോ കേക്കാണ് കേട്ടോ. 10 ഇഞ്ചിന്റെ പാനിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ച് വലുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 10 ഇഞ്ച് എടുത്തത്. അതല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 ഇഞ്ച് മതിയാവും. അപ്പൊ ഇതിനു വേണ്ടി കുറച്ചുകൂടി ഹൈറ്റിൽ കിട്ടും കേട്ടോ കേക്ക്. ഇതിന്റെ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ഇതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ 2 kg ബേസ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ആക്കി എടുക്കുന്നത്. എപ്പോഴും നമ്മൾ 1 kg ആണ് കേക്ക് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 kg ബേസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ബോക്സിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പൊ സൈഡൊന്നും അവിടെ ഇവിടെ തട്ടാതെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓർഡർ കേക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ 1 kg ബേസ് തന്നെ വെച്ചാൽ മതി. 1 kg ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൽ ഞാൻ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ സൈഡൊക്കെ ഒപ്പം തന്നെ ഫിനിഷ് ചെയ്ത് പോകാനാണ് നല്ലത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഫിനിഷ് ആക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ് കേട്ടോ. സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് ഗണേഷിന് പകരം സ്ട്രോബെറി ക്രഷ് ആണ് ഇട്ട് കൊടുക്കാറ്. ഇത് പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആണ് കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് സ്ട്രോബെറി ക്രഷ് ഉണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടും ഇട്ട് കൊടുക്കണമെങ്കിൽ രണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മുമ്പൊക്കെ അങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ ഇത് എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പൊ സ്ട്രോബെറി ക്രഷ് ഒക്കെ ഇപ്പൊ നമുക്ക് ലൂസായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ വാങ്ങണമെന്നൊന്നുമില്ല, ലൂസായിട്ട് കിട്ടാറുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വെക്കും മുമ്പ് തന്നെ ഷുഗർ സിറപ്പ് ഒക്കെ വെറ്റിയതിന് ശേഷമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ സൈഡൊക്കെ ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലും ചോക്ലേറ്റ് ഗണേഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെയറിൽ ഞാൻ കുറച്ച് പ്രളയൻ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഈ സെക്കൻഡ് ലെയറിൽ മാത്രം ഇട്ട് കൊടുത്തത് കേട്ടാ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ഫ്ലേവർ ആയിട്ട് ഇതിനുണ്ടാവുക. പേര് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത ലെയറും ഞാൻ ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ക്രീം അപ്ലൈ ചെയ്തെടുക്കണം. അപ്പൊ ഇത് നൈറ്റിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്രീം കോട്ടിങ് മാത്രമേ നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. പിറ്റേസ് രാവിലെയാണ് ബാക്കി വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഒരു 11:30 സമയത്ത് നമ്മളിത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാ വർക്കും ഫിനിഷ് ആക്കണം. ഇപ്പൊ ക്രീം കോട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ സൈഡൊന്നും അധികം ഫിനിഷ് ആക്കണമെന്നില്ല. നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടാ. ഇപ്പൊ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്തിട്ട് അതിന്റെ മുകളിൽ വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മുകൾ ഭാഗം മാത്രമേ കുറച്ച് ഫിനിഷ് ആക്കി എടുക്കേണ്ടതുള്ളൂ. ഇതിന്റെ സൈഡിൽ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണോ അതുപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ മുകൾ ഭാഗമാണ് കുറച്ചൊന്ന് ഫിനിഷ് ആയി കിട്ടേണ്ടത് നമുക്ക്. അപ്പൊ മുകൾ ഭാഗത്ത് സ്പാച്ചിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വർക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മുകളിൽ ബാലൻസ് വന്ന ക്രീമാണ് സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേറെ ക്രീം ഒന്നും നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ക്രീം തന്നെയാണ് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഡിസൈനാണ് ഞാൻ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റാതെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പൊ പ്ലെയിൻ ആയിട്ട് കാണുമ്പോൾ എന്തോ പോലെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ അങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്. അത് സൈഡിലൊന്നും ഇങ്ങനെ പതുക്കെ പതുക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കൈ കൊണ്ട് വെച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാർഡൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മള് ഈ ATM കാർഡ് പോലത്തെ കാർഡ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് വെച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലത്. അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ ഒരു പഴയ കാർഡ് എപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെക്കും. അപ്പൊ അങ്ങനത്തെ അതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ കാർഡൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് വേണ്ട ചെയ്യാനായിട്ട്. പിന്നെ സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കൈകളിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പൊ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു കൊടുക്കല് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം കുറച്ച് മുമ്പേ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രീസറിൽ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ വെച്ചു കൊടുക്കാനും നമുക്ക് എളുപ്പമാണ്. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടാ. പിന്നെ ഞാൻ ഇതുമ്പോൾ ചെറിയൊരു നോസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രീമിൽ യെല്ലോ കളർ കുറച്ച് തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫുള്ളായിട്ട് വൈറ്റ് കാണുമ്പോൾ എന്തോ പോലെ തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തതാണ്. അവർ പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഡിസൈനിങ് ഒന്നും. ഇതൊക്കെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്കും കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും അറിയില്ല കേട്ടോ. ഇതുപോലെ നോസിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ എനിക്കും അറിയുള്ളൂ. പിന്നെ ഞാൻ അതിന്റെ സെൻട്രലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഇത്ര ഉള്ളോട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ഐസിങ്ങും ചെറിയൊരു ഡിസൈനിങ്ങും മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂട്ടാ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുതേ. നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്